ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ സൈക്രോമെട്രി എന്ന് പറയുന്ന ചാപ്റ്ററിലെ പ്രോബ്ലംസ് ഒന്ന് രണ്ടെണ്ണം വർക്കൗട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് ഓൾറെഡി ഗ്രൂപ്പിലേക്ക് ഇട്ട് തന്നിട്ടുള്ള സൈക്രോമെട്രിയുടെ തിയറി കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ നേരിട്ട് സൈക്രോമെട്രിക് ചാർട്ട് എന്നുള്ളൊരു ഭാഗത്തേക്ക് പോവുകയാണ്. ചാർട്ടിൽ ഉള്ളത് മൊത്തം സൈക്രോമെട്രിക് ടേംസാണ്. അപ്പോൾ ആ ടേംസ് എന്താണെന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ ചാർട്ടിലുള്ളത് എന്താണെന്നൊരു ഐഡിയ ഉണ്ടാവുള്ളൂ. ഓക്കെ, അത് നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. ഇപ്പോൾ ഈ ഒരു സൈക്രോമെട്രിക് ചാർട്ട് നിങ്ങൾ കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ സൈക്രോമെട്രിക് ചാർട്ടിലേക്ക് വേണ്ടുന്ന സൈക്രോമെട്രിക് ടേംസാണ് നമ്മളിവിടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. ഒന്ന് ഡ്രൈ ബൾബ് ടെമ്പറേച്ചറാണ്, നമുക്കറിയാം. രണ്ടാമത്തത് വെറ്റ് ബൾബ് ടെമ്പറേച്ചറാണ്. ഓക്കെ, ഒരു ഓർഡിനറി തെർമോമീറ്റർ വെച്ചിട്ട് നമ്മൾ ടെമ്പറേച്ചർ മെഷർ ചെയ്യുകയാണെങ്കിൽ അതാണ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ. അതുപോലെ ആ തെർമോമീറ്ററിൻ്റെ എൻഡിൽ ബൾബിലൊരു നനഞ്ഞ ക്ലോത്ത് ചുറ്റിയിട്ട് മെഷർ ചെയ്യുകയാണെങ്കിൽ കിട്ടുന്നതാണ് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ. ഓക്കെ, ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ഈസ് ഈക്വൽ ടു വെറ്റ് ബൾബ് ടെമ്പറേച്ചർ ആവാം മാക്സിമം. അല്ലാത്ത സമയങ്ങളിലൊക്കെ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ എപ്പോഴും ഡ്രൈ ബൾബ് ടെമ്പറേച്ചറിനേക്കാളും താഴെയായിരിക്കും. അപ്പോഴാണ് നമ്മൾ ഹ്യൂമിഡിറ്റീനെ കുറിച്ചുള്ള കൺസെപ്റ്റുകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അടുത്തതായിട്ട് റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയാണ്, RH. അതുപോലെ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി, ഈ രണ്ട് ടേംസും സൈക്രോമെട്രിക് ചാർട്ടിൽ വരുന്നുണ്ട്. റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ പെർസെൻറ്റേജിൽ പറയുന്ന ഹ്യൂമിഡിറ്റിയാണ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. അതായത് നിലവിൽ മാക്സിമം മോയ്സ്ചർ കണ്ടൻറ്റ് ഒരു വോളിയത്തിൽ എത്ര ഉണ്ടോ അതുപോലെ ആക്ച്വൽ മോയ്സ്ചർ കണ്ടൻറ്റ് എത്ര ഉണ്ട് നോക്കാം. ഇത് നമ്മളുടെ റേഷ്യോ ആണ് എന്ത് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. അതായത് നിലവിൽ ഇപ്പോൾ ഒരു സ്പേസിൽ എത്ര പേപ്പർ കണ്ടൻറ്റ് ഉണ്ട് ഡിവൈഡഡ് ബൈ അവിടെ മാക്സിമം എത്ര പേപ്പർ കണ്ടൻറ്റ് ഉൾക്കൊള്ളാൻ പറ്റും, അതാണ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. സ്പെസിഫിക് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് ഗ്രാം പെർ കിലോഗ്രാം എന്നുള്ള യൂണിറ്റിൽ നമ്മൾ പറയുന്നതാണ്. അതായത് ഗ്രാം ഓഫ് വാട്ടർ വേപ്പർ ഡിവൈഡഡ് ബൈ കിലോഗ്രാം ഓഫ് ഡ്രൈ എയർ, അതാണ് സ്പെസിഫിക് ഹ്യൂമിഡിറ്റി. പിന്നെ ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു. ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ അത് നമുക്കറിയാം, ഈ വേപ്പർ തണുത്തിട്ട് ലിക്വിഡ് ആകുന്ന സമയത്ത് ഏതൊരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ വെച്ചിട്ടാണ് അത് എന്ത് ചെയ്യുന്നത്, ഹീറ്റ് പുറത്ത് വിട്ട് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിലെത്തുമ്പോൾ ആദ്യത്തെ ഡ്യൂ ഫോം ചെയ്യുന്നു, അല്ലെങ്കിൽ വെള്ളത്തുള്ളിയായിട്ട് മാറുന്നു. ആ ടെമ്പറേച്ചറാണ് ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ. പിന്നെ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ ഹീറ്റാണെന്ന് നമുക്കറിയാം. ഒരു കിലോഗ്രാം സബ്സ്റ്റൻസിൻ്റെ അകത്തുനിന്ന് അകത്തേക്ക് പുറത്തേക്ക് പോകുന്ന ഹീറ്റാണ് എൻതാൽപ്പി എന്ന് പറയുന്നത്. അപ്പം ഹീറ്റിൻ്റെ യൂണിറ്റ് കിലോ ജൂളാണ്. അത് 1 കിലോഗ്രാമിലായതുകൊണ്ട് കിലോ ജൂൾ പെർ കിലോഗ്രാം എന്നുള്ള യൂണിറ്റിലാണ് പറയുന്നത്. ഓക്കെ, അടുത്തത് സ്പെസിഫിക് വോളിയം എന്ന് പറയുന്നൊരു ടേം ഉണ്ട്. സ്പെസിഫിക് വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിറ്റ് മീറ്റർ ക്യൂബ് പെർ കിലോഗ്രാം ആണ്. ഓക്കെ, മീറ്റർ ക്യൂബ് പെർ കിലോഗ്രാം, 1 കിലോഗ്രാമിൽ എത്ര വോളിയം എന്നുള്ളതാണ് സ്പെസിഫിക് വോളിയം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലൈനുകൾ ഒന്ന് ശ്രദ്ധിക്കുക. നമുക്കറിയാം ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ നമ്മൾ പോയിൻ്റ് മാർക്ക് ചെയ്യുന്നത് ഇതിൻ്റെ ഏറ്റവും ബേസിലുള്ള ഹൊറിസോണ്ടൽ ലൈനിലാണ്. അപ്പോൾ നമ്മൾ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ഇങ്ങനെ 10 ഡിഗ്രി 20 ഡിഗ്രി 30 ഡിഗ്രി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് പോകുന്ന സമയത്ത്, അങ്ങനെ 40 ഡിഗ്രി 50 ഡിഗ്രി എന്നൊക്കെ പറഞ്ഞ് മാർക്ക് ചെയ്ത് പോകുന്ന സമയത്ത് നമ്മൾ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ലൈനുകൾ വെർട്ടിക്കലി അപ്വേർഡായിട്ടാണ് ഉണ്ടാവുക. ഈ ലൈനിൽ ഏത് പോയിൻ്റ് എടുത്താലും അവിടെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചറിൻ്റെ വാല്യൂ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, അങ്ങനെ വരുന്ന സമയത്ത് നമ്മളിവിടെ ഒരു പോയിൻ്റ് എടുത്താൽ, ഇവിടുത്തെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ എത്രയാണെന്ന് ചോദിച്ചാൽ താഴെ 20 ആണ്. ഇവിടെ ഒരു പോയിൻ്റ് എടുത്താൽ അവിടുത്തെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ എത്രയാണെന്ന് ചോദിച്ചാൽ അത് 40 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ 20 ഡിഗ്രിയിൽ നിന്ന് 40 ഡിഗ്രിയിലേക്ക് എയറിനെ ചൂടാക്കുകയാണെങ്കിൽ നമ്മൾ ഇത് പോയിൻ്റ് 1ഉം ഇത് പോയിൻ്റ് 2 ആണെങ്കിൽ ഈ 1 നിന്ന് 2ലേക്ക് ആണ് ആ ഒരു പ്രോസസ്സ് നടക്കുക. 20 നിന്ന് 30ലേക്ക് ചൂടാക്കി ആ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെൻസിബിൾ ഹീറ്റിംഗ്. അപ്പോൾ സെൻസിബിൾ ഹീറ്റിംഗ് എന്ന് പറയുന്ന ഒരു സൈക്രോമെട്രിക് പ്രോസസ്സാണ്. സൈക്രോമെട്രിക് പ്രോസസ്സിൽ ഒരു ഹീറ്റിംഗ് കോയിൽ വെച്ചിട്ട് എയറിനെ ചൂടാക്കുകയാണ് ചെയ്യുക.
ഹീറ്റിംഗ് കോയിൽ വെച്ചിട്ട് എയറിനെ ചൂടാക്കുന്ന സമയത്ത് അത് സൈക്രോമെട്രിക് ചാർട്ടിലേക്ക് വരയ്ക്കുമ്പോൾ എന്ത് സംഭവിക്കും? അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിലുള്ള ടെമ്പറേച്ചർ ഫൈനൽ സ്റ്റേജിലേക്ക് ചെല്ലുമ്പോൾ കൂടുന്നു. അപ്പോൾ എക്സാമ്പിൾ 20-40 കൂടുകയാണെങ്കിൽ ഹൊറിസോണ്ടലി റൈറ്റ് വേർഡ്സ് ആയിട്ടുള്ള ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ അതാണ് സെൻസിബിൾ ഹീറ്റിംഗ്. നേരെ തിരിച്ച് നമ്മൾ എയറിനെ ഒരു കൂളിംഗ് കോയിലിലേക്ക് പാസ് ചെയ്യുകയാണെങ്കിൽ അത് തണുക്കുകയാണ് ചെയ്യുക. അതിൻ്റെ ടെമ്പറേച്ചർ ഇപ്പോൾ 40 ഡിഗ്രി ഉള്ളതിനെ 40 ഡിഗ്രിയുള്ള എയറിനെ ഒരു കൂളിംഗ് കോയിലിലേക്ക് പാസ് ചെയ്യുന്ന സമയത്ത് അത് ടെമ്പറേച്ചർ കുറഞ്ഞ് 20 ആവുകയാണെങ്കിൽ നമ്മൾ നേരെ തിരിച്ച് ഇതിൻ്റെ ഈ ആരോ എന്ത് ചെയ്യണം? ലൈന് നമ്മൾ 2-ന്ന് 1-ലേക്കാണ്, അതായത് 40 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് 20-ലേക്ക് കുറയുകയാണെങ്കിൽ ഹൊറിസോണ്ടൽ ലൈൻ തന്നെ ഇടത്തോട്ടായിട്ട് ആരോ വരും. അങ്ങനെ വരുവാണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് സെൻസിബിൾ കൂളിംഗ്. ഓക്കെ, സെൻസിബിൾ ഹീറ്റിംഗ്, സെൻസിബിൾ കൂളിംഗ്, ഇത് രണ്ടും ടെമ്പറേച്ചർ വർദ്ധിക്കുന്നു അല്ലെങ്കിൽ ടെമ്പറേച്ചർ കുറയുന്നു, ഇത് മാത്രമേ സംഭവിക്കുന്നുള്ളൂ. ഹ്യൂമിഡിറ്റിയിൽ യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല, അല്ലെങ്കിൽ ആ എയറിലുള്ള വേപ്പർ കണ്ടൻറ്റിൽ യാതൊരു മാറ്റവും സംഭവിക്കാതെ ടെമ്പറേച്ചർ കൂടുക കുറയുക മാത്രം ഒരു എയറിന് സംഭവിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെൻസിബിൾ ഹീറ്റിംഗ് അല്ലെങ്കിൽ സെൻസിബിൾ കൂളിംഗ്. ഓക്കെ, ഇത് കഴിഞ്ഞ് ലേറ്റൻ ഹീറ്റ് എന്ന് പറയുന്ന ഒരു ടേം വരുന്നുണ്ട്. അവിടെ നമുക്ക് ടെമ്പറേച്ചർ വർദ്ധിക്കില്ല, പകരം അവിടുത്തെ ഹ്യൂമിഡിറ്റി കണ്ടൻറ്റ് അല്ലെങ്കിൽ വേപ്പർ കണ്ടൻറ്റ് വർദ്ധിക്കുന്നൊരവസ്ഥയാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമുക്കറിയാം സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ഒമേഗ എന്ന് പറയുന്ന ടേം നമ്മൾ അടയാളപ്പെടുത്തുന്നത് ഇവിടെയായിട്ടാണ്. ഓക്കെ, ഇവിടെയായിട്ട് സ്പെസിഫിക് ഹ്യൂമിഡിറ്റി അടയാളപ്പെടുത്തും. ഗ്രാം പെർ കിലോഗ്രാം അല്ലെങ്കിൽ കിലോഗ്രാം പെർ കിലോഗ്രാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അതിൻ്റെ യൂണിറ്റ് ഉണ്ടാവുക. അതിൽ ന്യൂമറേറ്ററിലുള്ളത് ഗ്രാം ഓഫ് വാട്ടർ വേപ്പർ അല്ലെങ്കിൽ കിലോഗ്രാം ഓഫ് വാട്ടർ വേപ്പർ ആണ്. താഴെ ഡിനോമിനേറ്ററിലുള്ളത് കിലോഗ്രാം ഓഫ് ഡ്രൈ എയർ ആണ്. 1 കിലോഗ്രാം ഡ്രൈ എയറിനകത്ത് എത്ര ഗ്രാം ഓഫ് വാട്ടർ വേപ്പർ അല്ലെങ്കിൽ എത്ര കിലോഗ്രാം ഓഫ് വാട്ടർ വേപ്പർ, ഇതാണ് സ്പെസിഫിക് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി റൈറ്റ് സൈഡിൽ മേലേക്കായിട്ട് കാണാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ വേറൊരു പോയിൻ്റ് എടുക്കുക, ഒരു പോയിൻ്റ് 1 എടുക്കുന്നു. ഈ പോയിൻ്റ് 1-ന്ന് നമ്മൾ ഹ്യൂമിഡിറ്റി കൂട്ടി വരികയാണെന്ന് വിചാരിക്കുക. അതായത് അന്തരീക്ഷത്തിലുള്ള വേപ്പർ കണ്ടൻറ്റിനെ കൂട്ടി വരുമ്പോൾ നമുക്ക് ഈ ലൈന് നേരെ മുകളിലേക്ക് പോകുന്നതായിട്ട് കാണാം. അങ്ങനെ നമ്മളൊരു പോയിൻ്റ് 2-ൽ എത്തിച്ചേരുന്നു. അപ്പോൾ നമുക്ക് പ്രോസസ്സ് 1 to 2. അപ്പോൾ നമ്മൾ ഇവിടുന്ന് 1 നേരെ റൈറ്റിലേക്ക് നോക്കിയാൽ നമുക്കിവിടെ അവിടുത്തെ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി കിട്ടും ω1. അതുപോലെ 2 നേരെ റൈറ്റിലേക്ക് നോക്കിയാൽ അവിടുത്തെ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി കിട്ടും ω2. ഓക്കെ, നമുക്ക് പ്രോബ്ലമൊക്കെ ചോദിക്കുന്ന സമയത്ത് ചോദിക്കും എയറിൻ്റെ 2 കണ്ടീഷൻ തന്നിട്ട് അവിടെ എത്ര മോയ്സ്ചർ ആഡ് ചെയ്തു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്ത മോയ്സ്ചറിൻ്റെ അളവ് കിട്ടണമെങ്കിൽ ഈ ω2 മൈനസ് ω1 ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ എത്ര മോയ്സ്ചർ ആഡായി അല്ലെങ്കിൽ എത്ര വേപ്പർ ആഡായി എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഈ പ്രോസസ്സ് നിങ്ങൾ നോക്കുക. 1 to 2 എന്ന് പറയുമ്പോൾ നമുക്ക് ടെമ്പറേച്ചർ 1-ലും 2-ലും നോക്കുകയാണെങ്കിൽ പർട്ടിക്കുലർ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ്, ഒരു കോൺസ്റ്റൻ്റ് ടെമ്പറേച്ചറാണ്. ടെമ്പറേച്ചർ വർദ്ധിച്ചിട്ടില്ല, പകരം ഹ്യൂമിഡിറ്റിയാണ് വർദ്ധിച്ചത്, സ്പെസിഫിക് ഹ്യൂമിഡിറ്റിയാണ് വർദ്ധിച്ചത്, അന്തരീക്ഷത്തിലെ മോയ്സ്ചർ കണ്ടൻ്റാണ് വർദ്ധിച്ചത്. അപ്പം ഈ ലൈന് ഒരു പോയിന്റിൽ നിന്ന് വെർട്ടിക്കലി അപ്വേർഡ്സ് ആയിട്ട് നെക്സ്റ്റ് പോയിന്റിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഹ്യൂമിഡിഫിക്കേഷൻ. അപ്പോൾ നമുക്കറിയാം ആ എയറിനെ നമ്മൾ ചൂടാക്കുന്ന സമയത്ത് അത് അന്തരീക്ഷത്തിലുള്ള വെള്ളത്തിനെയൊക്കെ കൂടെ വേപ്പറാക്കി മാറ്റിയിട്ടാണ് ഹ്യൂമിഡിഫിക്കേഷൻ നടക്കുന്നത്. അപ്പോൾ ആ പ്രോസസ്സ് നമ്മൾ കാണിക്കുന്നത് വെർട്ടിക്കലി അപ്വേർഡ് ആയിട്ടുള്ള ലൈനാണ്. അതുപോലെ തന്നെ നേരെ തിരിച്ച് ഡീഹ്യൂമിഡിഫിക്കേഷൻ നടക്കാം. അപ്പോൾ അന്തരീക്ഷത്തിലെ ടെമ്പറേച്ചർ കുറയുന്ന സമയത്ത് ആ വേപ്പർ ഹീറ്റിനെ പുറത്ത് തള്ളിയിട്ട് തിരിച്ച് ലിക്വിഡായിട്ട് മാറുന്നൊരവസ്ഥ, അതായത് വേപ്പർ തിരിച്ച് ലിക്വിഡായിട്ട് മാറുമ്പം എയറിലുള്ള മോയ്സ്ചർ കണ്ടൻറ്റ് കുറഞ്ഞു പോകുന്നൊരവസ്ഥ, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡീഹ്യൂമിഡിഫിക്കേഷൻ. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് 2 എന്നുള്ള പോയിന്റിൽ നിന്ന് നേരെ താഴേക്ക് 1-ലേക്ക് എന്ത് ചെയ്യും? തിരിച്ച് താഴേക്കായിട്ട് ആണ് ആ പ്രോസസ്സ് നടക്കുക. അപ്പോൾ നമ്മൾ അതിനെ വിളിക്കുന്ന പേര് ഡീഹ്യൂമിഡിഫിക്കേഷൻ എന്നാണ്. ഓക്കെ, ഡീഹ്യൂമിഡിഫിക്കേഷൻ എന്നാണ്. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടുള്ള 4 പ്രോസസ്സുകൾ: സെൻസിബിൾ ഹീറ്റിങ്ങും സെൻസിബിൾ കൂളിങ്ങും ഹ്യൂമിഡിഫിക്കേഷനും ഡീഹ്യൂമിഡിഫിക്കേഷനും. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലാക്കി വെക്കുക എന്താണെന്നുള്ളത്. ഓക്കെ, നമുക്ക്
ഇവിടെ വേറെ ഒരു ഒറിജിനൽ സൈക്രോമെട്രിക് ചാർട്ട് കാണാം നമുക്ക്. ഇതിൽ എല്ലാ വാല്യൂസും നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ചാർട്ട് വെച്ചിട്ട് ഒന്ന് പറയാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മുടെ ടെമ്പറേച്ചർ 30 ഡിഗ്രി സെൽഷ്യസ് നിന്ന് 50 ഡിഗ്രി സെൽഷ്യസിലേക്ക് വർദ്ധിക്കുന്നു. ഓക്കെ, അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഈ സൈക്രോമെട്രിക് ചാർട്ടിൽ വരിക. ഇത് ടെമ്പറേച്ചർ ഡയറക്റ്റ്ലി പറയുന്നത് അത് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ആയിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. ഡ്രൈ ബൾബ് ടെമ്പറേച്ചറിൻ്റെ ലൈനിൽ നോക്കിയിട്ട് 30 ഡിഗ്രി ഇവിടെ ഉണ്ട്, 50 ഡിഗ്രി ഇവിടെ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് 30 ഡിഗ്രീൻ്റെ ലൈന് ഇവിടുന്ന് മുകളിലേക്കുള്ള ഈ ഒരു ലൈന് നമുക്ക് കാണാം. അതുപോലെ 50 ഡിഗ്രീൻ്റെ ഇവിടുന്ന് മുകളിലേക്കുള്ള ഈ ഒരു ലൈന് നമുക്ക് കാണാം. പക്ഷേ ഈ ഒരു ലൈനിൽ ഏത് പോയിന്റ് വേണമെങ്കിലും ആവാമെന്നുള്ളത് കൊണ്ട് നമുക്ക് പോയിന്റ് 1 ചൂസ് ചെയ്യണമെങ്കിൽ പ്രോബ്ലത്തിൽ വേറെ എന്തെങ്കിലും ഒരു ഫാക്ടറും കൂടെ തരും. ഇപ്പോൾ നമ്മളോട് പറയുകയാണ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ ഫൈ ഈസ് ഈക്വൽ ടു ഒരു 40% ആണെന്ന് തരികയാണ്. ഇതാണ് എയറിൻ്റെ ഇൻലെറ്റ് കണ്ടീഷൻ. ഓക്കെ, എയർ ഇപ്പോൾ എ സിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഉള്ള കണ്ടീഷൻ ഇതാണെന്ന് പറയുകയാണെങ്കിൽ ഇങ്ങനത്തെ 2 ഫാക്ടേഴ്സ് തന്നു. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ഈ 30 to 50 മൊത്തം വേണ്ട കാര്യമില്ല. ഈ നമുക്ക് 30 എന്ന് പറയുന്ന ഇൻലെറ്റ് ടെമ്പറേച്ചറും അതുപോലെ 40% എന്ന് പറയുന്ന റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയും, അപ്പോൾ അങ്ങനത്തെ 2 എണ്ണമാണ് തരിക. അപ്പോൾ ഒന്നുകിൽ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി തരും, അല്ലെങ്കിൽ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ തരും, അങ്ങനെയൊക്കെ തരും. ഓക്കെ, അപ്പോൾ നമുക്കറിയാം റിലേറ്റീവ് ഹ്യൂമിഡിറ്റീൻ്റെ ലൈൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലൈനാണ് വയലറ്റ് കളറിലുള്ള 10%, 20%, 30%, 40%, 50, 60, 70, 80, 90, 100. ഈ 100% ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ 100% വേപ്പർ കണ്ടൻറ്റ് അന്തരീക്ഷത്തിൽ എന്ന് പറഞ്ഞാൽ അന്തരീക്ഷം സാച്ചുറേറ്റഡ് എയർ ആണ്. അപ്പോൾ നമ്മൾ ഈ മുകളിലുള്ള ലൈനിനെ നമ്മൾ വിളിക്കും സാച്ചുറേറ്റഡ് കർവ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, സാച്ചുറേറ്റഡ് കർവ് കൂടെ നമുക്ക് ഇവിടെ ടെമ്പറേച്ചർ റീഡിങ് കാണാം. -5, 0, 5, 10, 15 ഇതൊക്കെ ഡിഗ്രി സെൽഷ്യസിലാണ്. ഈ ഡിഗ്രി സെൽഷ്യസ് 2 പാരാമീറ്റേഴ്സിൻ്റെ റീഡിംഗ് ആണ് നമുക്കറിയാം. അത് ഒന്ന് വെറ്റ് ബൾബ് ടെമ്പറേച്ചറാണ്, അടുത്തത് ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചറാണ്. ഓക്കെ, വെറ്റ് ബൾബ് ടെമ്പറേച്ചർ ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു പോയിൻ്റ് എടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഈ ഗ്രീൻ ലൈന് വഴി വന്നു കഴിഞ്ഞാൽ ഈ സാച്ചുറേഷൻ കർവിൽ മുട്ടുമ്പോൾ കിട്ടുന്നതാണ് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ. ഇതേ പോയിന്റിൽ നിന്ന് ഹൊറിസോണ്ടലായിട്ട് ലെഫ്റ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കിട്ടുന്നതാണ് ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ. രണ്ടും ആ സെയിം കർവിലുള്ള ടെമ്പറേച്ചർ തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. ഇതേ പോയിന്റിൽ നിന്ന് റൈറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് സ്പെസിഫിക് ഹ്യൂമിഡിറ്റിയാണ്. ഇതേ പോയിന്റിൽ നിന്ന് താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഡ്രൈ ബൾബ് ടെമ്പറേച്ചറാണ്. ഇതേ പോയിന്റിൽ കൂടെ പോകുന്ന കർവ് ഏതാണെന്ന് ചെക്ക് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 40% ഹ്യൂമിഡിറ്റി എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു പോയിന്റിൽ നിന്ന് എല്ലാ പാരാമീറ്റേഴ്സിനെയും നമ്മൾ സെലക്ട് ചെയ്തെടുക്കുന്നത്. ഓക്കെ, ഇതേ പോയിന്റിൽ നിന്നുള്ള സ്പെസിഫിക് വോളിയം കാണണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തൊട്ട് ലെഫ്റ്റിലുള്ള ഈ ഒരു ലൈന് നോക്കുക. ഇതാണ് സ്പെസിഫിക് വോളിയത്തിൻ്റെ ലൈന്. 0.90 കുറച്ച് കൂടുതലാണ്. അതിൻ്റെ യൂണിറ്റ് m3/kg ആണെന്ന് ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള പാരാമീറ്റേഴ്സൊക്കെ തപ്പിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയണം. അതുപോലെ ഇവിടെ നിന്ന് വെറ്റ് ബൾബ് ടെമ്പറേച്ചറിൻ്റെ ലൈന് കുറച്ചുകൂടി പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്താൽ നമുക്ക് ഇവിടെ ഒരു സ്കെയിലിൽ എത്തിപ്പെടും. ആ സ്കെയിലിൽ കാണിക്കുന്ന റീഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എൻതാൽപ്പിയാണ്, അതിൻ്റെ ഹീറ്റ് കണ്ടൻറ്റാണ്. അപ്പോൾ നമുക്കിവിടെ 80 kJ/kg എന്ന് മനസ്സിലാവും. ഇങ്ങനെയാണ് ഓരോ പോയിൻറ്റുകളും നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു കേസിൽ ഇപ്പോൾ നമ്മളോട് പറയുകയാണ് 30 ഡിഗ്രി സെൽഷ്യസ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചറും 40% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഉള്ള ഒരു എയർ ഒരു ഹീറ്റിംഗ് കോയിലിലേക്ക് കയറിയിട്ട് 50 ഡിഗ്രി സെൽഷ്യസിലേക്ക് വർദ്ധിച്ചു. അതിൻ്റെ ടെമ്പറേച്ചർ 50 ഡിഗ്രി സെൽഷ്യസിലേക്ക് വർദ്ധിച്ചു എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഇനീഷ്യൽ കണ്ടീഷൻ നോക്കുക. 30 ഡിഗ്രി സെൽഷ്യസ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചറും 40% റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഞാൻ എല്ലാം ഒന്ന് ഒഴിവാക്കുകയാണ്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ ഒരു സൈക്രോമെട്രിക് ചാർട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് 40% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി 40% റിലേറ്റീവ് ഹ്യൂമിഡിറ്റീൻ്റെ കർവ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കർവാണ്. ഓക്കെ, അതുപോലെ തന്നെ 30 ഡിഗ്രി സെൽഷ്യസ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചറിൻ്റെ ലൈൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു വെർട്ടിക്കൽ ലൈനാണ്.
അപ്പോൾ ഈ രണ്ട് ലൈനുകളും തമ്മിൽ കൂട്ടിമുട്ടുന്ന പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെയായിട്ടാണ്. ഇതാണ് നമ്മുടെ പോയിൻ്റ് 1. ഇതാണ് നമ്മുടെ പോയിൻ്റ് 1. ഈ പോയിൻ്റ് 1-ൽ ഡ്രൈബിൾ ടെമ്പറേച്ചർ 30 ഡിഗ്രി സെൽഷ്യസും റിലേറ്റീവ് ഹ്യൂമിഡിറ്റി 40% ആണെന്ന് കാണാം. ഇവിടുന്ന് ഈ ഡ്രൈബിൾ ടെമ്പറേച്ചർ 50 ഡിഗ്രി സെൽഷ്യസിലേക്ക് വർദ്ധിച്ചു. അവിടെ ഹ്യൂമിഡിറ്റി ഒന്നും കൂടിയിട്ടില്ല, 50 ഡിഗ്രി സെൽഷ്യസിലേക്ക് വർദ്ധിച്ചു. സെൻസിബിൾ ഹീറ്റിംഗ് ആണ് നടന്നത്. അപ്പോൾ നമ്മൾ നേരെ 50 ഡിഗ്രി സെൽഷ്യസ് എവിടെയാണ് നോക്കുക? അത് ഇവിടെയാണ്. ഇവിടുന്ന് മുകളിലേക്കുള്ള ലൈനാണ് 50 ഡിഗ്രി സെൽഷ്യസിൻ്റെ ഡ്രൈബിൾ ടെമ്പറേച്ചർ ലൈൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇവിടുന്ന് നേരെ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ലൈന് വലത്തോട്ടേക്ക് വരച്ചിട്ട് അപ്പുറത്തുള്ള 50 ഡിഗ്രി സെൽഷ്യസിൻ്റെ ലൈനിൽ മുട്ടുന്ന ആ പോയിൻ്റാണ് പോയിൻ്റ് 2. അപ്പോൾ പോയിൻ്റ് 1 to 2 ഇതാണ് എന്ത് നമ്മുടെ സെൻസിബിൾ ഹീറ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ്. സെൻസിബിൾ ഹീറ്റിംഗ്. ഓക്കെ, ഇനി നമ്മളോട് പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഇപ്പോൾ രണ്ടാമത്തെ പോയിൻ്റ് എത്തുന്നതിൻ്റെ കൂടെ 50 ഡിഗ്രി സെൽഷ്യസ് ആയി. ഇത് ഫസ്റ്റ് പോയിൻറ്റിൻ്റെ മാർക്കിംഗ് ആണ്. സെക്കൻഡ് പോയിൻ്റ് എത്തിയപ്പോൾ 50 ഡിഗ്രി സെൽഷ്യസ് മാത്രമാണെങ്കിൽ നമുക്ക് നേരെ സെൻസിബിൾ ഹീറ്റിംഗ് ആയിട്ട് പോയാൽ മതി. ഇനി അതല്ല, 50 ഡിഗ്രി സെൽഷ്യസിൻ്റെ കൂടെ സെക്കൻഡ് പോയിൻറ്റിലെത്തുമ്പോൾ അവിടുത്തെ ഒരു പാരാമീറ്റർ നമുക്ക് തന്നു വിചാരിക്കുക. ഈ 40% ഹ്യൂമിഡിറ്റി പോയിൻ്റ് 2-ലെത്തിയ സമയത്ത് അത് 30% മാറിയെന്ന് വിചാരിക്കാം. 30% മാറിയിട്ടുണ്ട് പോയിൻ്റ് 2-ൽ. അപ്പോൾ നമ്മൾ പോയിൻ്റ് 2 എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഇതായിരിക്കില്ല, ഇത് പോയിൻ്റ് 2-ലേക്ക് വരുന്ന വഴി ആണ്. അപ്പോൾ നമ്മൾ നോക്കുക, ഈ പോയിൻ്റ് 2-ൻ്റെ ലൈനിൽ നമുക്ക് എന്താക്കണം? റിലേറ്റീവ് ഹ്യൂമിഡിറ്റി 30%. അപ്പോൾ പോയിൻ്റ് 2 നമ്മളെ ടെമ്പറേച്ചർ 50 ഡിഗ്രി തന്നെ ആയതുകൊണ്ട് ഈ ലൈന് കുറച്ചുകൂടി മുകളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പോയിൻ്റ് 2-ലുള്ള റിലേറ്റീവ് ഹ്യൂമിഡിറ്റി നോക്കുക. അപ്പോൾ 30%ത്തിൻ്റെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ലൈൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? പോയിൻ്റ് 2-ൽ ഇത് രണ്ടും കൂടി മീറ്റ് ചെയ്യുന്ന പോയിൻ്റ് ഇവിടെയായിട്ട് നമുക്ക് എന്ത് കിട്ടും? ഇതായിരിക്കും നമുക്ക് അപ്പോൾ ആക്ച്വലി വരുന്ന പോയിൻ്റ് 2. അപ്പോൾ നമുക്ക് ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള പോയിൻറ്റിനെ നമ്മൾ പോയിൻ്റ് എ എന്നെടുക്കാം. ഓക്കെ, അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഈ 2-ന്ന് ഹ്യൂമിഡിറ്റി, സ്പെസിഫിക് ഹ്യൂമിഡിറ്റി വീണ്ടും കൂടിയിട്ട്, സ്പെസിഫിക് ഹ്യൂമിഡിറ്റിയാണ് കൂടുന്നത്, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കുറയാണ് ചെയ്തത്. ഓക്കെ, സ്പെസിഫിക് ഹ്യൂമിഡിറ്റി കൂടിയിട്ട് പോയിൻ്റ് 2-ലേക്ക്, എന്ന് 2-ലേക്ക് എത്തിയത് കാണാം. ഈ പ്രോസസ്സിൻ്റെ പേരാണ് ഹ്യൂമിഡിഫിക്കേഷൻ. അപ്പോൾ സെൻസിബിൾ ഹീറ്റിങ്ങും ഹ്യൂമിഡിഫിക്കേഷനും നമ്മൾ കണ്ടു. എന്നിട്ട് രണ്ടിൻ്റെയുടെ റിസൾട്ടൻ്റ് ആയിട്ട് 1-ന്ന് 2-ലേക്കാണ് ഫേസ് ചേഞ്ച് ചെയ്തതെങ്കിൽ, ആ പ്രോസസ്സ് മാറിയതെങ്കിൽ നമ്മൾ നേരെ ഇങ്ങനെ ഇൻക്ലൈൻഡ് ആയിട്ടുള്ളൊരു ലൈനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടെ വരയ്ക്കുന്നത്. ഓക്കെ, 1-ന്ന് 2-ലേക്ക് ആരോ മുകളിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രോസസ്സാണ് ഹീറ്റിംഗ് ആൻഡ് ഹ്യൂമിഡിഫിക്കേഷൻ. ഇനി ഇതേ പ്രോസസ്സ് നേരെ താഴേക്കാണ് ആരോ വരുന്നതെങ്കിൽ, ഓക്കെ, താഴേക്കാണ് ആരോ വരുന്നതെങ്കിൽ, ഇത് താഴേക്ക് ആരോ വരണം എന്നുണ്ടെങ്കിൽ, ഓക്കെ, ഇത് മാറി ഇത് മാറും, ഇത് മാറും. അപ്പോൾ ഇത് തിരിച്ച് ആരോ വരണം എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് താഴേക്ക് വരും. സ്പെസിഫിക് ഹ്യൂമിഡിറ്റി കുറയുന്നൊരവസ്ഥ. അപ്പോൾ നമുക്ക് എന്ത് വരും? താഴേക്കാണ് വരുന്നതെങ്കിൽ, മുകളിലേക്കാണ് വന്നതെങ്കിൽ അത് ഹ്യൂമിഡിഫിക്കേഷനാണ്, താഴേക്കാണ് വന്നതെങ്കിൽ അത് ഡീഹ്യൂമിഡിഫിക്കേഷനാണ്. അതുപോലെ വലത്തോട്ടാണ് ആരോ എങ്കിൽ ഇത് സെൻസിബിൾ ഹീറ്റിംഗ് ആണ്, ഇടത്തോട്ടാണ് ആരോ എങ്കിൽ അത് സെൻസിബിൾ കൂളിംഗ് ആണ്. ഓക്കെ, അപ്പോൾ സെൻസിബിൾ ഹീറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ടെമ്പറേച്ചർ മാത്രം വർദ്ധിക്കുന്നതാണ്, ഫേസ് ചേഞ്ച് ചെയ്യുന്നില്ല. ഹ്യൂമിഡിഫിക്കേഷനിൽ വരുന്ന ഹീറ്റിനെ നമ്മൾ വിളിക്കുന്ന പേര് ലേറ്റൻറ്റ് ഹീറ്റ് എന്നാണ്. ഓക്കെ, അവിടെ എന്താണ് സംഭവിക്കുന്നത്? അവിടെ ടെമ്പറേച്ചർ വർദ്ധിക്കുന്നില്ല, പകരം ഫേസ് ചേഞ്ച് ചെയ്യാണ്. ഒന്നുകിൽ ലിക്വിഡ് വേപ്പർ ആവുന്നു, അല്ലെങ്കിൽ വേപ്പർ ലിക്വിഡ് ആവുന്നു. ഓക്കെ, ഇതാണ് അവസ്ഥ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് ഇനി എൻതാൽപ്പി എന്ന് പറയുന്ന ഒരു ടേമും കൂടി ഉണ്ട്. അപ്പോൾ ഓരോ പോയിൻ്റിൽ നിന്നും നമുക്ക് ഈ വെറ്റ് ബൾബ് ടെമ്പറേച്ചറിൻ്റെ ലൈന് ഇവിടെ വരെ മുട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എൻതാൽപ്പി കിട്ടും. അപ്പോൾ ഇവിടെയാണ് നമുക്ക് എന്ത് കിട്ടുക? H1 എൻതാൽപ്പി. 1 എന്നുള്ള പോയിന്റിൽ എൻതാൽപ്പി H1. അതുപോലെ 2 എന്നുള്ള പോയിന്റിലെ എൻതാൽപ്പി H2.
എ എന്നുള്ള പോയിന്റിലെ എൻതാൽപ്പി HA, അതുപോലെ 2 എന്നുള്ള പോയിന്റിലെ എൻതാൽപ്പി H2, ഇത്രയും വരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും എൻതാൽപ്പി വരുന്ന സമയത്ത് ഇവിടുന്ന് ഇവിടെ വരെ നമ്മൾ കൊടുത്ത ഹീറ്റ്, ഇവിടെ നമുക്കറിയാം ഇത് 55, ഇപ്പോൾ ഒരു ഏകദേശം 57 കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ്. ഇത് 80 കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ്. നമുക്ക് വാല്യൂ ഇവിടെ നോക്കിയാൽ കാണാം. ഇവിടെ ഏകദേശം 110 കഴിഞ്ഞിട്ട് 115ൻ്റെ ഇടയിൽ ഒരു 112 കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? 1 കിലോഗ്രാം എയറാണ് ഈ കടത്തി വിടുന്നതെങ്കിൽ അതിൻ്റെ ഹീറ്റ് കണ്ടൻറ്റ് 1 എന്നുള്ള കണ്ടീഷനിൽ അത് 57 കിലോ ജൂളായിരുന്നു. അത് 2ലേക്ക് എത്തിയപ്പോൾ സെൻസിബിൾ ഹീറ്റിംഗ് കഴിഞ്ഞപ്പോൾ അത് 80 കിലോ ജൂളായിട്ട് മാറി. അതായത് 57-ന്ന് 80ലേക്ക് എത്ര കുറഞ്ഞു? HA മൈനസ് H1, അതായത് 80 മൈനസ് 57, ഏകദേശം 23 കിലോ ജൂൾ പെർ കിലോഗ്രാം ഹീറ്റ്. ഇതാണ് അവിടുത്തെ എന്ത് HA മൈനസ് H1 എന്ന് പറയുന്നത്. ഈ ഹീറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സെൻസിബിൾ ഹീറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അത് നമുക്ക് ആ രണ്ട് എൻതാൽപ്പി തമ്മിൽ വലുതെന്ന് ചേർത്ത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അതുപോലെ ഇതാണ് സെൻസിബിൾ ഹീറ്റ്. അപ്പോൾ ഈ സെൻസിബിൾ ഹീറ്റ് യൂസ് ചെയ്തത് എന്തിനാണ്? നമ്മുടെ ടെമ്പറേച്ചർ 30 ഡിഗ്രി 40 ഡിഗ്രിയിലേക്ക് കൂട്ടാൻ വേണ്ടിയിട്ട്. അടുത്തതായിട്ട് നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് കൂടിയ ഹീറ്റ്, അപ്പോൾ 80 കിലോ ജൂൾ പെർ കിലോഗ്രാം നിന്ന് 112ലേക്ക് കൂടി. അതായത് H2 മൈനസ് HA ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 112 മൈനസ് 80, അതായത് 42 കിലോ ജൂൾ പെർ കിലോഗ്രാം എന്ന് കിട്ടും. അതാണ് H2 മൈനസ് HA. അല്ലെങ്കിൽ നമ്മൾ ഹ്യൂമിഡിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട്, ഇതിനെ വേപ്പർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുത്ത ഹീറ്റാണ്. അതിൽ ടെമ്പറേച്ചർ വർദ്ധിച്ചിട്ടില്ല, പകരം ലിക്വിഡ് എന്തായി മാറി? വേപ്പർ ആയി മാറുകയാണ് ചെയ്തത്. നമുക്കറിയാം ഇവിടെ പോയിൻ്റ് എയിൽ ഇതിൻ്റെ വേപ്പർ കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ 0.011 കിലോഗ്രാം പെർ കിലോഗ്രാം ഓഫ് ഡ്രൈ എയർ ആണ്. അത് നേരെ തിരിച്ച് 2ലേക്ക് വന്നപ്പോൾ 0.011 ഉള്ളത് നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം 0.024 ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അത്രയും മോയ്സ്ചർ കണ്ടൻറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത്രയും ആഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുത്ത ഹീറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലേറ്റൻറ്റ് ഹീറ്റ്. അതായത് ടെമ്പറേച്ചർ വർദ്ധിക്കുന്നില്ല, പകരം ഫേസ് ചേഞ്ച് ചെയ്തു. അതാണ് സെൻസിബിൾ ഹീറ്റിന് നമ്മൾ SH എന്ന് പറയും, ലേറ്റൻറ്റ് ഹീറ്റിന് നമ്മൾ LH എന്ന് പറയും. അപ്പോൾ സെൻസിബിൾ ഹീറ്റ് എന്താണ്, ലേറ്റൻറ്റ് ഹീറ്റ് എന്താണെന്ന് മനസ്സിലാക്കുക. ഇതിപ്പോൾ സെൻസിബിൾ ഹീറ്റിംഗ് ആണെങ്കിലും സെൻസിബിൾ കൂളിംഗ് ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നു? സെൻസിബിൾ ഹീറ്റ് തന്നെയാണ് അവിടെ വരിക. സെൻസിബിൾ ഹീറ്റിങ്ങിൻ്റെ സമയത്ത് ഹീറ്റ് അങ്ങോട്ട് കൊടുക്കുകയാണെങ്കിൽ സെൻസിബിൾ കൂളിങ്ങിൻ്റെ സമയത്ത് ഹീറ്റ് പുറം തള്ളുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ലേറ്റൻറ്റ് ഹീറ്റ്, ഹ്യൂമിഡിഫിക്കേഷൻ്റെ സമയത്ത് ലേറ്റൻറ്റ് ഹീറ്റ് അങ്ങോട്ട് സപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഡീഹ്യൂമിഡിഫിക്കേഷൻ്റെ സമയത്ത് ലേറ്റൻറ്റ് ഹീറ്റ് പുറം തള്ളുകയാണ് ചെയ്യുന്നത്. ഇതാണ് വ്യത്യാസമുള്ളൂ. ഓക്കെ, അപ്പോൾ സെൻസിബിൾ ഹീറ്റ്, ലേറ്റൻറ്റ് ഹീറ്റ് എന്താണെന്ന് മനസ്സിലായി കാണും. അപ്പം ഒരു സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ എന്ന് പറഞ്ഞിട്ടൊരു ടേം ഉണ്ട്, അതൊന്ന് പരിചയപ്പെടണം. സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ, ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ: സെൻസിബിൾ ഹീറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഹീറ്റ്. സെൻസിബിൾ ഹീറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഹീറ്റ്. അപ്പോൾ സെൻസിബിൾ ഹീറ്റ് നമുക്കറിയാം SH ആണ്, നമ്മൾ നേരത്തെ അടയാളപ്പെടുത്തി. ടോട്ടൽ ഹീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻസിബിൾ ഹീറ്റ് പ്ലസ് ലേറ്റൻറ്റ് ഹീറ്റ് ആണ്. ഓക്കെ, സെൻസിബിൾ ഹീറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഹീറ്റാണ്. ടോട്ടൽ ഹീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം മൊത്തം കൊടുത്ത സാധനം, അതായത് നമ്മൾ ഈ ചിത്രം നോക്കുന്ന സമയത്ത് ഇവിടുത്തെ സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ എങ്ങനെ കണ്ടുപിടിക്കും? സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ ഇവിടുത്തെ സെൻസിബിൾ ഹീറ്റ് ഡിവൈഡഡ് ബൈ സെൻസിബിൾ ഹീറ്റ് പ്ലസ് ലേറ്റൻറ്റ് ഹീറ്റ് കിട്ടണം. അപ്പോൾ നമുക്കറിയാം സെൻസിബിൾ ഹീറ്റ് ഈക്വൽ ടു എത്രയാണ്? 23 ആണ് നമ്മൾ കണ്ടുപിടിച്ചു. സെൻസിബിൾ ഹീറ്റ് പ്ലസ് ലേറ്റൻറ്റ് ഹീറ്റ് എന്ന് പറഞ്ഞാൽ 23 പ്ലസ് നമ്മുടെ 42 ആണ്. അപ്പം 23 ഡിവൈഡഡ് ബൈ 42, 23, 65. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഒരു സംഖ്യ കിട്ടും. അതാണ് നമ്മുടെ സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ. ഓക്കെ, സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ എന്താണെന്ന് മറന്നു വരുത്. അത് പരീക്ഷയ്ക്ക് ചിലപ്പോൾ 3 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്, പ്രോബ്ലത്തിലും ചോദിക്കാം. ഓക്കെ, അടുത്തതായിട്ട് ഇതിൽ വന്ന നിങ്ങൾക്ക് ഇതിൻ്റെ മുമ്പ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന 2 പ്രോബ്ലം ഞാൻ ജസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം.
അപ്പം ഈ സൈക്രോമെട്രിക് ചാർട്ട് നിങ്ങൾക്ക് ഹോളിലേക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഈ പ്രോബ്ലം, ഇതുപോലെയുള്ള പ്രോബ്ലം വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിച്ചിട്ട് പ്രോബ്ലം എങ്ങനെ ചെയ്തെടുക്കാം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ പ്രോബ്ലം ഒന്ന് ശ്രദ്ധിക്കുക. അറ്റ്മോസ്ഫറിക് എയർ അറ്റ് 15 degree Celsius dry bulb temperature and 30% relative humidity passes through a furnace and through a humidifier in such a way that the final dry bulb temperature is 32 degrees Celsius and 40% relative humidity. Determine the heat and moisture added to the air. ഇതാണ് പ്രോബ്ലം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനീഷ്യൽ 2 കണ്ടീഷൻസ് നമ്മളിവിടെ തന്നിട്ടുണ്ട്. എയർ അറ്റ് 15 degree Celsius ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ, 30% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. ഇതാണ് നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ. ഓക്കെ, അതുപോലെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ 32 degree Celsius ആൻഡ് 40% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. ഇതാണ് നമ്മുടെ സെക്കൻഡ് കണ്ടീഷൻ. അപ്പോൾ നമ്മൾ 1-2 പോയിന്റുകൾ മാർക്ക് ചെയ്യുക, ആ പ്രോസസ്സ് ഏതാണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതൊക്കെയാണ് വേണ്ടത്. അപ്പോൾ നമുക്കറിയാം, ഈ പ്രോബ്ലം കണ്ടാൽ നമ്മളെ എയർ ആദ്യം കയറി ചെല്ലുന്നത് എങ്ങോട്ടേക്കാണ്? ഇതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരു ഫർണസിലേക്കാണ്. ഫർണസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂടാക്കുന്ന സ്ഥലമാണ്. അവിടെ ഒരു ഹീറ്റിംഗ് കോയിൽ ഉണ്ടാവും അല്ലേ? ഒരു ഹീറ്റിംഗ് കോയിലിൽ കൂടെ വരുന്നു, അത് ചൂടാവുന്നു. ഓക്കെ, അതിനുശേഷം ഒരു ഹ്യൂമിഡിഫയറിൽ കൂടെ പാസ് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. ഹ്യൂമിഡിഫയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഹ്യൂമിഡിഫയർ എന്ന് പറഞ്ഞാൽ ഈ വാട്ടറിനെ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന സ്ഥലമാണ്. ഓക്കെ, ഈ ഹോട്ട് എയറിലേക്ക് വെള്ളത്തിനെ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് സംഭവിക്കും? അവിടുത്തെ ഹ്യൂമിഡിറ്റി കൂടും. അങ്ങനെയാണ് 30% ഉള്ളത് 40% മാറിയത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഹ്യൂമിഡിഫയറും, വെള്ളം സ്പ്രേ ചെയ്യുന്ന ഹ്യൂമിഡിഫയറും അതുപോലെ ഒരു ഹീറ്റിംഗ് കോയിൽ രണ്ടും ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാമെന്ന് വെച്ചാൽ, ഇവിടെ ഹീറ്റിംഗ് കോയിൽ വഴി നമുക്ക് എന്ത് നടക്കും? സെൻസിബിൾ ഹീറ്റിംഗ് നടക്കും. ഹ്യൂമിഡിഫയർ വഴി നമുക്ക് എന്ത് നടക്കും? ഹ്യൂമിഡിഫിക്കേഷനും നടക്കും. അതായത് സൈക്രോമെട്രിക് ചാർട്ടിൽ ഹൊറിസോണ്ടലായിട്ടുള്ള ലൈനും വെർട്ടിക്കലായിട്ടുള്ള ലൈനും വേണം. നമുക്കപ്പോൾ ഹീറ്റിംഗ് ആൻഡ് ഹ്യൂമിഡിഫിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രോബ്ലത്തിലേക്ക് വരിക. ഇതിൻ്റെ ഇനീഷ്യൽ കണ്ടീഷൻ നോക്കുന്ന സമയത്ത് 15 degree Celsius ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ, നമ്മൾ ചാർട്ടിലേക്ക് വരിക. ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ 15 degree Celsius, അതിൻ്റെ ലൈൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, അതുപോലെ തന്നെ 30% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. അപ്പോൾ 30% റിലേറ്റീവ് ഹ്യൂമിഡിറ്റീൻ്റെ ലൈന്, ഓക്കെ, 30% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഒരു കർവാണ്. നമുക്ക് കാണാം ഇവിടെ 30% എന്നുള്ളത്. അപ്പോൾ നമുക്ക് പോയിൻ്റ് 1, നമുക്ക് ഇത് രണ്ടും കൂടി മീറ്റ് ചെയ്യുന്ന ഈ പോയിൻ്റാണ് നമ്മുടെ പോയിൻ്റ് 1 എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ പോയിൻ്റ് 1 ആയി കഴിഞ്ഞു. ഇനി പോയിൻ്റ് 2ലേക്കാണ് പോകേണ്ടത്. പോയിൻ്റ് 2ൽ നമുക്ക് പറഞ്ഞത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ 32 degree Celsius, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി 40%. അപ്പോൾ നമ്മൾ നോക്കാം, ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ 32 degree Celsiusലേക്ക് പോവാണ്. ഓക്കെ, അപ്പോൾ നമ്മളിതാ പോകുന്നു. ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ 30 കഴിഞ്ഞ് 35 ഇവിടെ, അപ്പോൾ 32 എന്ന് പറഞ്ഞാൽ ഇവിടെ ആയിരിക്കും. ഓക്കെ, ഇതാണ് 32. അപ്പോൾ 32 വരുന്ന സമയത്ത് 32ൻ്റെ ലൈൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മുകളിലേക്ക് പോകുന്ന ഈ ഒരു ലൈനാണ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ലൈന്. ഓക്കെ, ഈ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ലൈനിൽ നമ്മുടെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി 40% അല്ലേ? 40% ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 40% എന്ന് പറഞ്ഞാൽ ഈ ഒരു കർവാണ്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ പോയിൻ്റ് എവിടെ കിട്ടും? ഇവിടെയായിട്ട് കിട്ടും. ഓക്കെ, ഇതാണ് നമ്മുടെ പോയിൻ്റ് 2. പക്ഷേ ഈ പോയിൻ്റ് 2ലേക്ക് പോയത് ആദ്യം 1ന്ന് ഹൊറിസോണ്ടലി റൈറ്റിലേക്ക് പോയിട്ട് നമ്മൾ സെൻസിബിൾ ഹീറ്റിംഗ് നടന്നു. അതിന് ശേഷം ഹ്യൂമിഡിഫയറിലൂടെ കയറിയപ്പോൾ എന്ത് സംഭവിച്ചു? ഹ്യൂമിഡിഫിക്കേഷനും നടന്നു. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടോട്ടലി നടന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ 1 to 2 ഇതാണ് പ്രോസസ്സ്. താഴെ നിന്ന് മേലേക്ക് ആരോ കൊടുക്കുക, അതായത് ഹീറ്റിംഗ് ആൻഡ് ഹ്യൂമിഡിഫിക്കേഷൻ. ഇതുപോലെ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ റഫായിട്ട് സൈക്രോമെട്രിക് ചാർട്ട് വരച്ചിട്ട് ഈ ഒരു ലൈന് വെച്ചിട്ട് ഈ പ്രോസസ്സ് ഇതിനകത്ത് കാണിച്ചു കൊടുക്കണം. നിങ്ങൾ എങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത് എന്നുള്ളത്. ബാക്കി സാധനങ്ങളൊക്കെ നമ്മൾ ഈ ചാർട്ടിൽ നിന്ന് എടുത്തിട്ട് ഉത്തരം കണ്ടുപിടിക്കുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷേ ഈ ചാർട്ട് റഫായിട്ട് ഇതിൻ്റെ ഔട്ടർ സാധനം വരച്ചിട്ട് ഇതുപോലെ നമ്മൾ കാണിച്ചു കൊടുക്കണം. ഓക്കെ, ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്കറിയാം ഇവിടുത്തെ ഹ്യൂമിഡിറ്റികൾ, അതായത് പോയിൻ്റ് 1ൽ, ഹ്യൂമിഡിറ്റി അല്ല, എൻതാൽപ്പി. പോയിൻ്റ് 1ൽ എൻതാൽപ്പി നേരെ ഇങ്ങോട്ട് പോന്നാൽ മതി. അതുപോലെ ഈ പോയിൻ്റ് എ ആണ്. എയിലെ എൻതാൽപ്പി ഏകദേശം ഇതിൻ്റെ
ഇടയിൽ ഇവിടെ വരും. അതുപോലെ 2ലെ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ ഇവിടെ വരും. ഓക്കെ, ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എൻതാൽപ്പി ഒന്ന് നോട്ട് ചെയ്ത് നോക്കാം. ഇവിടെ ഏകദേശം 20-ൻ്റെ 25ൻ്റെ ഇടയ്ക്ക് ഞാനൊരു 23 കിലോ ജൂൾ പെർ കിലോഗ്രാം എഴുതുന്നു. ഇതാണ് നമ്മുടെ H1. ഇവിടെ 40 കഴിഞ്ഞു, ഒരു 41 കിലോ ജൂൾ പെർ കിലോഗ്രാം എഴുതുന്നു. ഇതാണ് നമ്മുടെ H2. ഇവിടെ ഏകദേശം 60-65ൻ്റെ ഇടയ്ക്ക് ഇത് 64 കിലോ ജൂൾ പെർ കിലോഗ്രാം എഴുതുന്നു. ഇതാണ് നമ്മുടെ ഇത് HA ആണ്. ഇതാണ് നമ്മുടെ H2. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള ഇവിടെ വരുന്നതാണ്, ഇതിൻ്റെ ഇടയിൽ വരുന്നതാണ് നമ്മുടെ സെൻസിബിൾ ഹീറ്റ്, ഇതിൻ്റെ ഇടയിൽ വരുന്നതാണ് നമ്മുടെ ലേറ്റൻറ്റ് ഹീറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ഒറ്റയടിക്ക് മനസ്സിലായി. ഇനി നമ്മൾ പ്രോബ്ലത്തിൽ എന്താ ചോദിച്ചത് നോക്കാം. പ്രോബ്ലത്തിൽ ചോദിച്ചത് ഡിറ്റർമൈൻ ദ ഹീറ്റ് ആൻഡ് മോയ്സ്ചർ ആഡഡ് ടു എയർ, അത്രയും നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഈ ഡയഗ്രം നിങ്ങൾ റഫായിട്ട് വരയ്ക്കുന്നു. പിന്നെ സൈക്രോമെട്രിക് ചാർട്ട് എടുത്തിട്ട് നിങ്ങൾ ഇതുപോലെ പോയിന്റുകളൊക്കെ ലൊക്കേറ്റ് ചെയ്ത് റെഡിയാക്കി വെക്കുക. അപ്പോൾ നമ്മളോട് ചോദിച്ചത് എത്ര ഹീറ്റ് ആഡ് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഹീറ്റ് മൊത്തത്തിൽ ആഡ് ചെയ്തത് 23 കിലോ ജൂൾ ഹീറ്റ് ഉണ്ടായിരുന്ന സാധനം 64ലേക്ക് കൂടി. പക്ഷെ അത് 2 ഘട്ടമായിട്ടാണ് കൂടിയത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ആൻസറിൽ നമുക്ക് എഴുതി വെക്കാം. ഹീറ്റ് ആഡഡിൽ സെൻസിബിൾ ഹീറ്റ് ലേറ്റൻറ്റ് ഹീറ്റുമായിട്ട് വേണമെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് എഴുതി വെക്കാൻ പറ്റും. ഓക്കെ, സെൻസിബിൾ ഹീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് HA മൈനസ് H1 ആണ്. ലേറ്റൻറ്റ് ഹീറ്റ് എന്ന് പറഞ്ഞാൽ H2 മൈനസ് HA ആണ്. ഓക്കെ, ഇത് മൈനസ് ചെയ്താൽ മതി. അപ്പോൾ സെൻസിബിൾ ഹീറ്റ് 41 മൈനസ് 23 കിട്ടും. അത് 19 കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ്. അതുപോലെ ലേറ്റൻറ്റ് ഹീറ്റ് എന്ന് പറഞ്ഞാൽ 64 മൈനസ് 41 ആണ്. അത് 23 കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ്. അപ്പോൾ ടോട്ടൽ ഹീറ്റ് ആഡഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 23 19 42 കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ചിലപ്പോൾ സെൻസിബിൾ ഹീറ്റ് ഫാക്ടറൊക്കെ കാണാൻ ചോദിക്കുകയാണെങ്കിൽ സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ കാണാൻ എന്ത് ചെയ്താൽ മതി, സെൻസിബിൾ ഹീറ്റ് ഡിവൈഡഡ് ബൈ നമ്മുടെ ടോട്ടൽ ഹീറ്റ്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ സെൻസിബിൾ ഹീറ്റ് ഫാക്ടറൊക്കെ കിട്ടും. അപ്പോൾ പ്രോബ്ലത്തിൽ എന്ത് സാധനം വേണമെങ്കിലും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സുഖമാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി ഹീറ്റ് എത്രയാണ്, ആ ഹീറ്റ് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഈ രണ്ടാമത്തത് എന്താണ്, മോയ്സ്ചർ ആഡഡ് എത്രയാണെന്ന് ഞാൻ ചോദിച്ചത്. മോയ്സ്ചർ ആഡഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മോയ്സ്ചർ കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പെസിഫിക് ഹ്യൂമിഡിറ്റിയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ 1 എന്നുള്ള പോയിന്റിൽ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി എത്രയാണെന്ന് നോക്കുക. അത് 0.003 ആണ്. 0.003 കിലോഗ്രാം പെർ കിലോഗ്രാം ഓഫ് ഡ്രൈ എയർ. അടുത്തത് 2 എന്നുള്ള പോയിന്റിൽ നമ്മളിങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ 0.0012-13 ഇടയ്ക്കാണ്. അപ്പോൾ ഞാൻ എടുക്കുന്നു 0.00125 എന്ന് എടുക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് 0.003 0.00125 കേട്ടോ. പിന്നെ 0.125 ആഡ് ചെയ്തു. അപ്പോൾ ഈ 0.0125 മൈനസ് 0.003 ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടുമോ അതാണ് നമ്മുടെ മോയ്സ്ചർ ആഡഡ്. മോയ്സ്ചർ ആഡഡ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ ഇതാണ്. ഓക്കെ, അത് ചെയ്ത് കണ്ടുപിടിച്ചാൽ മതി. അങ്ങനെയാണ്. അപ്പോൾ ഇത്ര എളുപ്പത്തിൽ ഈ സാധനം കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഈ രണ്ടെണ്ണം എടുത്ത് എഴുതുക. ഫ്രം സൈക്രോമെട്രിക് ചാർട്ട് എന്ന് പറഞ്ഞിട്ട് വേണം ഈ വാല്യൂസൊക്കെ നിങ്ങൾ ആൻസറിലേക്ക് എടുത്ത് എഴുതാൻ വേണ്ടിയിട്ട്. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. സൈക്രോമെട്രിക് ചാർട്ട് റഫായിട്ട് വരച്ച് വയ്ക്കുകയും വേണം. ഓക്കെ, ഇനി രണ്ടാമത്തെ പ്രോബ്ലം നോക്കുക. നമ്മളിതൊക്കെ ഒന്ന് ഒഴിവാക്കുകയാണ്. ഓക്കെ, രണ്ടാമത്തെ പ്രോബ്ലം ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, 100 കിലോഗ്രാം ഓഫ് എയർ അറ്റ് 15 ഡിഗ്രി സെൽഷ്യസ് ഡ്രൈബിൾ ടെമ്പറേച്ചർ 75% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. അപ്പോൾ അവിടെ തന്നെ ആദ്യം പറഞ്ഞ 2 സാധനം എടുത്തിട്ട് അത് നമ്മുടെ കണ്ടീഷൻ 1 ആക്കിയിട്ട് എടുത്തോളണം. ഒന്നും നോക്കണ്ട. ഈസ് ഹീറ്റഡ് അൺടിൽ ഇറ്റ്സ് ടെമ്പറേച്ചർ ഈസ് 25 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡ്രൈബിൾ ടെമ്പറേച്ചർ സെക്കൻഡ് കണ്ടീഷനിലെ ഡ്രൈബിൾ ടെമ്പറേച്ചറാണ് തന്നത് 25 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഹ്യൂമിഡിറ്റി കൂട്ടിയതായിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല. ടെമ്പറേച്ചർ 15 നിന്ന് 25 കൂടിയെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ആ പോയിന്റുകളൊക്കെ ഒന്ന് കണ്ടുപിടിച്ച് വയ്ക്കുക. അപ്പം എന്താണ് ക്വസ്റ്റ്യൻ, 15 ഡിഗ്രി സെൽഷ്യസ് ഡ്രൈബിൾ ടെമ്പറേച്ചർ. ഓക്കെ, 15 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുമ്പോൾ ഇതാണ് 15 ഡിഗ്രി സെൽഷ്യസ്, ഇതാണ് 15 ഡിഗ്രീൻ്റെ ലൈന്.
അതിൻ്റെ തന്നെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി 75%. അപ്പോൾ 75%ൻ്റെ കർവ് പിടിക്കാം. അപ്പോൾ നമുക്ക് 70 ഇവിടെ ഉണ്ട്, 80 ഇവിടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ നടുവിലായിട്ട് വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഏകദേശം ഇതിൻ്റെയും നടുവിൽ കൂടെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം ഇവിടെയായിട്ട് ഞാൻ എന്ത് ചെയ്തു, പോയിൻ്റ് 1 മാർക്ക് ചെയ്തു. ഓക്കെ, ഇതിലൂടെയാണ് ഇതിന് നടുവ് കൂടെയാണ് നമ്മുടെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റീൻ്റെ ലൈന് പോകുന്നത്. അപ്പോൾ നമുക്ക് പോയിൻ്റ് 1 കിട്ടി. എന്നിട്ട് നമ്മളോട് പറഞ്ഞു അത് ഹീറ്റഡ് അൺടിൽ ഇറ്റ്സ് ടെമ്പറേച്ചർ ഈസ് 25 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ 25 ഡിഗ്രി സെൽഷ്യസ് ആകുന്നവരെ അതൊരു ഹീറ്റിംഗ് കോയിലിൽ കൂടെ പോയിട്ട് ഹീറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ 25 ഡിഗ്രി സെൽഷ്യസ് ഇവിടെയാണ് ഉള്ളത്. ഇതാണ് 25 ഡിഗ്രി സെൽഷ്യസിൻ്റെ ലൈനായിട്ട് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഹ്യൂമിഡിറ്റി കൂടിയതായിട്ട് നമ്മളോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ നേരെ ഈ പോയിന്റിൽ നിന്ന് നേരെ റൈറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ചെന്ന് മുട്ടും. അതാണ് നമ്മുടെ പോയിൻ്റ് 2. അപ്പോൾ ഈ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സെൻസിബിൾ ഹീറ്റിംഗ് ആണ് നടന്നിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് എല്ലാ സാധനങ്ങളും ഏത് പാരാമീറ്റർ വേണമെങ്കിലും നമുക്ക് ഇവിടുന്ന് കണ്ടുപിടിക്കാൻ പറ്റും. നമുക്കറിയാം, വലത്തോട്ട് പോയാൽ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി, ഇടത്തോട്ട് പോയാൽ ഡ്യൂ പോയിൻറ്റ് ടെമ്പറേച്ചർ, വെറ്റ് ബൾബ് ടെമ്പറേച്ചർ, ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ, അതുപോലെ എൻതാൽപ്പി, സ്പെസിഫിക് ഹ്യൂമിഡിറ്റി, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എല്ലാം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഈ പ്രോബ്ലത്തിൽ എന്താണ് കണ്ടുപിടിക്കാനുള്ളത് നോക്കാം. ഈ പ്രോബ്ലത്തിൽ ഒന്നാമതായിട്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഓഫ് ഹീറ്റഡ് എയർ. ഹീറ്റഡ് എയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പോയിൻ്റ് 2 ആണ്. പോയിൻ്റ് 2ലുള്ള റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, പോയിൻ്റ് 2ൻ്റെ മേലെ കൂടെ ഈ കർവ്ഡ് ലൈൻ ഏതാണ് പാസ് ചെയ്യുന്നത് നോക്കിയാൽ മതി. ഇതാണ് കർവ്ഡ് ലൈന്. അപ്പോൾ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഏതാണ്, 40%. അപ്പം നമ്മുടെ φ2 അല്ലെങ്കിൽ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി അറ്റ് എക്സിറ്റ് ഇസീക്കളുടെ എത്രയാണ്, 40%. ഇത്രയും അങ്ങോട്ട് എഴുതി വെച്ചാൽ മതി ഇതിനകത്ത് നോക്കിയിട്ട്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, വെറ്റ് ബൾബ് ടെമ്പറേച്ചർ ഓഫ് ഹീറ്റഡ് എയർ. ഹീറ്റഡ് എയറിൻ്റെ വെറ്റ് ബൾബ് ടെമ്പറേച്ചറാണ് കാണേണ്ടത്. ഹീറ്റഡ് എയർ എന്ന് പറഞ്ഞാൽ പോയിൻ്റ് 2 ആണ് നമുക്കറിയാം. ഇതിൻ്റെ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ ലൈന്, ഇതാണ് നമ്മുടെ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ ലൈന്. ഇതുവഴി പോകുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടും 45 യൂണിറ്റ് എന്താണ്, ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടും വെറ്റ് ബൾബ് ടെമ്പറേച്ചർ അറ്റ് എക്സിറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്, 45 ഡിഗ്രി സെൽഷ്യസ്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ആൻസർ. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ആൻസർ. ഈ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഹീറ്റ് ആഡഡ് ടു ദ എയർ. ഹീറ്റ് ആഡഡ് ടു ദ എയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോറി ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഞാൻ എൻതാൽപ്പി ലൈന് വരെ പോയി നേരത്തെ, തൊട്ട് മുന്നേ. ഇത് എൻതാൽപ്പിയാണ്, വെറ്റ് ബൾബ് ടെമ്പറേച്ചർ അല്ല. വെറ്റ് ബൾബ് ടെമ്പറേച്ചർ കാണണമെങ്കിൽ നമ്മൾ ഈ കർവ് വരെ പോയാൽ മതി കേട്ടോ. അപ്പോൾ ഈ കർവ് വരെ പോയാൽ മതി. ഈ ഒരു പോയിന്റിലുള്ള ടെമ്പറേച്ചറാണ്. അപ്പോൾ ഇവിടെ 15, 10, 15, അത് കഴിഞ്ഞ് ഇവിടെ 20 ആണ്. അപ്പോൾ നമുക്കിത് 16 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് കാണാം. അപ്പോൾ നമ്മളെ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ എക്സിറ്റ് 45 അല്ല, 16 ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മുടെ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഹീറ്റ് ആഡഡ് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഹീറ്റ് ആഡഡ് കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് 1 നിന്ന് 2ലേക്ക് സെൻസിബിൾ ഹീറ്റിങ്ങിൻ്റെ സമയത്ത് എത്ര ഹീറ്റ് ആഡ് ചെയ്തു, അതിനാണ് നമ്മൾ എൻതാൽപ്പി ഉപയോഗിക്കുന്നത്. 1 എന്നുള്ള പോയിന്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, നേരെ ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കുന്നു. ഇവിടെ നമുക്ക് എന്ത് കിട്ടും, 35 കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ് ഇവിടുത്തെ ഹീറ്റ്. അതുപോലെ ഇവിടുത്തെ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ ലൈനെ പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്താൽ നമുക്ക് നേരത്തെ കിട്ടിയ 45 എന്ന് പറയുന്ന ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് മാറി എഴുതി പോയതാണ്. അത് എൻതാൽപ്പിയാണ്. 45 കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ് അവിടെയുള്ള എൻതാൽപ്പി. ഓക്കെ, അപ്പോൾ ഇതാണ് H1, ഇതാണ് H2. അപ്പോൾ നമ്മളെ അടുത്ത മൂന്നാമത്തെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറ്റ് ആഡഡ് ടു ദ എയർ എന്താണെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഹീറ്റ് ആഡഡ് ടു ദ എയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 35 45ലേക്ക് എത്ര കൂടി. അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഹീറ്റ് ആഡഡ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് H2 - H1 ആണ്. അതായത് 45 - 35 ആണ് 10 കിലോ ജൂൾ പെർ കിലോഗ്രാം. അതായത് 1 കിലോഗ്രാമിന് 10 കിലോ ജൂൾ ഹീറ്റ് അല്ലേ. 10 കിലോ ജൂൾ പെർ കിലോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ്, 1 കിലോഗ്രാമിന് 10 കിലോ ജൂൾ ഹീറ്റ്. നമുക്ക് ഹീറ്റ് ആഡഡ് 1 കിലോഗ്രാമിന് 10 കിലോ ജൂളാണ് നമുക്ക് കിട്ടി. പക്ഷേ ക്വസ്റ്റ്യനിൽ ഒരു ചെറിയ കാര്യം കൂടി ഉണ്ട്, 100 കിലോഗ്രാം എന്ന് തന്നിട്ടുണ്ട് അല്ലേ. അപ്പം 100 കിലോഗ്രാം എന്ന് തന്നിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ ടോട്ടൽ ഹീറ്റ് ആഡഡ്, ഓക്കെ, അതായത് 1 കിലോഗ്രാമിന് 10 കിലോ ജൂൾ ആണെങ്കിൽ 100 കിലോഗ്രാമിന് എത്ര ഉണ്ടാവും, 100 × ആ 10 അല്ലേ വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ 10 ×
100 ചെയ്ത് കഴിഞ്ഞാൽ 1 കിലോഗ്രാമിനാണ് 10, 10 × 100 ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരും? 1000 കിലോ ജൂൾ. 1000 കിലോ ജൂൾ. ഇതാണ് ടോട്ടൽ ഹീറ്റ് ആഡഡ്. ഓക്കെ, ഇത് നമുക്ക് ഇത്ര കിലോഗ്രാം എയറും തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ എൻതാൽപ്പി കറക്റ്റ് എഴുതി വെച്ചാൽ മതി. പക്ഷേ നമുക്ക് മാസ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ആ മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് മൊത്തം ഹീറ്റ് എത്ര കൊടുത്തിട്ടുണ്ടാവും, 100 കിലോഗ്രാം എയറിന് എത്ര ഹീറ്റ് കൊടുത്തിട്ടുണ്ടാവും എന്നൊക്കെ ഇതുപോലെ കണ്ടുപിടിച്ച് എഴുതി വെക്കുക. ഇതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. അപ്പോൾ നമ്മൾ വളരെ എളുപ്പത്തിൽ 1, 2, 3 ക്വസ്റ്റ്യൻ കണ്ടുപിടിച്ചു. 7 മാർക്കിന് നിങ്ങൾക്ക് വരാൻ പോണ ചോദ്യമാണത്. അപ്പോൾ ഇങ്ങനെയാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യനുകൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ ക്വസ്റ്റ്യനുകൾ ടെക്സ്റ്റ് ബുക്കിലുണ്ടാവും. ഞാൻ കൂടുതൽ ക്വസ്റ്റ്യനുകൾ വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഫോട്ടോ എടുത്ത് അയച്ചു തരാം ആവശ്യമുണ്ടെങ്കിൽ. അല്ലെങ്കിൽ നിങ്ങൾ ഏകദേശം ഈ ഒരു കാര്യം ഇങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കി പഠിച്ചു വെക്കുക. നാളെ പരീക്ഷയ്ക്ക് ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ മാക്സിമം സൈക്രോമെട്രിക് ചാർട്ട് ഉപയോഗിച്ചിട്ട് അത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.